ഒരു ടീം വർക്കാണ് ഇതിൻ്റെയൊക്കെ പ്രധാനം. ശരിക്കും ഒരു ടീം അതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ശരിയായ പാതയിലേക്ക് വിടുന്നു, നയിക്കുന്നു. അതിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് എപ്പോഴും നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്രത്തോളം ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഇതിനു വേണ്ടി ചിലവാക്കാൻ കഴിയുന്നു? എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു വരില്ല, എൻ്റെ ആൾക്കാരെ പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ എൻവെഞ്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻവെഞ്ചറിനൊരു CEO ഉണ്ട്. ആ CEO ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നടത്തുന്നത്. ഞാൻ ഒരിക്കലും ആ CEOനെ മറികടന്ന് ഒരാളുടെ അടുത്ത് പോയി ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടെ ഐ വിൽ ഗോ ആൻഡ് ആസ്ക് CEOൻ്റെ അടുത്ത് പെർമിഷൻ, എന്നിട്ടേ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ചെയ്യുള്ളൂ, ദോ ഐ ആം ദി ഓണർ. അപ്പോൾ ഇതെല്ലാം ചില പ്രാക്ടീസസ്. അപ്പോൾ CEOന് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ CEOന് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട്, അയാളുടെ താഴെയുള്ള ആൾക്ക് കംപ്ലീറ്റ് കൺട്രോൾ അയാളുടെ താഴെയുള്ള ആൾക്കാർക്കുണ്ട്. ശരിക്കും അത് നമുക്ക് അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷണലിസത്തെ നമുക്ക് കൂടുതലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഏറ്റവും വലുത്. ഇന്ന് പല കമ്പനികളിലെ പരാജയത്തിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ശരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ടാലന്റ്, കാലിബറിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ മാനേജ്മെന്റ് ഒരുപാട് അവിടുത്തെ ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ താങ്കൾ പോകുന്നുണ്ട്. വേണ്ട ശരിയായ ഡയറക്ഷൻ കൊടുക്കാൻ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോകും. അതെന്തൊക്കെയാണ് മാനേജ്മെന്റ് ടീച്ചിങ്? അപ്പോൾ എൻ്റെ ലൈഫിൽ മൂന്ന് ഫേസാണ്. അപ്പോൾ ആദ്യത്തെ ഫേസ് വർക്ക് ചെയ്തിരുന്ന ഫേസ്, രണ്ടാമത്തെ ഫേസ് ആസ് എ ഓൺട്രപ്രണർ, എന്നാൽ ഹാൻഡ്സ് ഓൺ CEO. അപ്പോൾ ഈ സെക്കൻഡ് ഫേസിൽ ഞാൻ ഇപ്പോൾ വിദേശത്തും കുറേ ട്രാവൽ ചെയ്തിട്ട് കുറേ കമ്പനികളും കുറേ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഓണർ അവിടെ ഇരുന്ന് അയാൾ മാനേജ് ചെയ്യണം, എന്നാലേ കമ്പനി നടക്കുള്ളൂ. അപ്പോൾ നാളെ അയാൾ കിടപ്പിലായാലോ, അല്ലെങ്കിൽ അയാൾക്കൊരു വേറൊരു പുതിയൊരു ബിസിനസ്സിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയാലോ ഇത് താഴെ വീണു. അപ്പോൾ അതാണ് ഒരു വലിയൊരു പ്രോബ്ലം, എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്രോബ്ലം. അപ്പോൾ ഞാനത് സ്റ്റഡി ചെയ്തിട്ട് ഐ ഹാവ് മെയ്ഡ് എ മെത്തേഡ്, എങ്ങനെയാണ് ഒരു കമ്പനി ഓട്ടോ പൈലറ്റിൽ ഓടാൻ പറ്റുക വിത്ത് ഗ്രോത്ത്. അപ്പോൾ അത് ഞാൻ എൻ്റെ കമ്പനിയിൽ ആദ്യം ട്രൈ ഔട്ട് ചെയ്തു. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അതായിരുന്നു എൻ്റെ ഒരു മെയിൻ. അപ്പം ഞാൻ ഈ ലോകത്തിലുള്ള പല ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ടൊയോട്ട 80 കൊല്ലമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെയർമാൻ എല്ലാം എത്രയോ ആൾക്കാർ മാറിക്കഴിഞ്ഞു, മാനേജിങ് ഡയറക്ടർ മാറിക്കഴിഞ്ഞു, പക്ഷെ കമ്പനി എത്രയോ. അപ്പോൾ അവരുടെ അങ്ങനത്തെ കമ്പനികളുടെ മെയിൻ ടെക്നിക്സ് എല്ലാം എടുത്ത് അതിനെ എല്ലാം കൂടെ ചേർത്തി ഒരു മെത്തേഡാക്കിയിട്ട് എൻ്റെ കമ്പനിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓടുന്നുണ്ടോയെന്ന് നോക്കി. ബിക്കോസ് നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല, അത് നമ്മുടെ കമ്പനിയിൽ ഇറ്റ് ഷുഡ് ഇംപ്ലിമെൻ്റ് ചെയ്യണം. എന്നിട്ട് അപ്പോഴേ എനിക്ക് കോൺഫിഡൻസ് ഉള്ളൂ. ആ കോൺഫിഡൻസ് വന്ന ശേഷം ഈ മെത്തേഡ് ഇപ്പോൾ ഞാൻ വേറെ കമ്പനികളിലേക്ക് അവർക്ക് അഡ്വൈസ് ചെയ്യാനും, അതുപോലെ ഞാൻ ടീച്ചിങ്ങും, പിന്നെ ഇപ്പോൾ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ ഈ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റിന് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. എത്രത്തോളം നമുക്കത് സക്സസ് ആക്കാൻ സാധിക്കും? നല്ലോണം പറ്റും. എന്ന് പറഞ്ഞാൽ ആ ഓണറുടെ ഒരു മനസ്ഥിതി അനുസരിച്ചിരിക്കും. പല ചെറിയ കമ്പനികളെ സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതും താങ്കൾ ചെയ്യുന്നുണ്ട്. അതും ചെയ്യുന്നുണ്ട്. മാൻ, മണി ആൻഡ് മെത്തഡ്, ഈ 3 സാധനമാണല്ലോ ബിസിനസ്സിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് പഠിച്ചിട്ടുള്ള ടെക്നിക്സ് എല്ലാം കൂടെ ഞാൻ ഈ മെത്തേഡ് ആക്കിയിട്ടുണ്ട്. പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് ഈ കമ്പനി ആദ്യം സ്ട്രക്ചർ ചെയ്യും, മാനേജ്മെൻറ്റ് സ്ട്രക്ചറിങ് ചെയ്യും, സ്റ്റഡിയാക്കിയ ശേഷം ഈ പൈസ കൊണ്ടുവരും. അപ്പോൾ കമ്പനി വിൽ ടേക്ക് ഓഫ്. എംപ്ലോയീസിന് ഫുൾ ഫ്രീഡം കൊടുത്തു നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ റിലാക്സ്. കാരണം ഒരു മനുഷ്യന് ബിസിനസ് ആൾക്കാർക്കില്ലാത്ത ഒരു വലിയൊരു ഹൈപ്പർ ടെൻഷനും റിലാക്സ് ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. ഇത് വളരെ കൂളായിട്ട് നമുക്ക് റിസ്ക് ആൻഡ് ടെൻഷൻ കുറഞ്ഞിരിക്കും. അതെ, എക്സാക്ട്ലി. അത് എത്രത്തോളമാണ് നമുക്ക്? വളരെയധികം അതൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഞാനിപ്പോൾ
സാധാരണ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് 2 മൊബൈൽ ഫോൺ ഉണ്ടാവും, അയാളുടെ അടുത്ത് 3-4 ഫോൺ അടിക്കുന്നുണ്ടാവും, അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടാവില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ ബാക്കി സൂക്കേടുകൾ വരും. അതെല്ലാം കൂടെ ഒരു മോഡൽ ലൈഫ് അല്ല അത്. പക്ഷെ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ലോഡ് അയാളുടെ മേലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നിക്ക് പറയുന്നത് പിയർ ഡ്രിവൺ ഓർഗനൈസേഷൻ ആണ്. പിയർ ഡ്രിവൺ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മുകളിലിരുന്ന് കൽപ്പിക്കുകയല്ല, ഇത് നടക്കുകയാണ്, ഇത് കൂട്ടായ്മയാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവർക്കും ഓണർഷിപ്പ് ഫീലിംഗ് വരുത്തണം. അപ്പോൾ അവർക്കും തോന്നണം ദാറ്റ് ഇത് ചെയ്യുമ്പോൾ അവർക്ക് ദേ ഷുഡ് ഓൾസോ ഫീൽ ഗുഡ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഷെയർസ് ആർ ഓൾസോ ഒരു ഫസ്റ്റ് ലെവൽ ആൾക്കാർക്ക് ഷെയർസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫെർദർ ആൾക്കാരെയും ആ ഷെയർസ് കൊടുക്കാനുള്ള പ്ലാൻ എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഈ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കംഫർട്ടബിളായിട്ട് ബിസിനസ്. ഇത് തന്നെയായിരുന്നു വളരെ ചെറുപ്പം നാൾ മുതലേ. ഇപ്പം നേരത്തെ പറഞ്ഞു ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്തും ഇങ്ങനൊരു ബിസിനസ്സാണ് സ്വപ്നം കണ്ടിരുന്നത് എന്ന്. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അത് തന്നെ നടക്കണം, നമ്മളായിട്ട് നടന്നു പോകണൊരു, നമ്മളവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് താഴെ പോകുന്നുള്ളൊരു, എനിക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ഒരു വിഷൻ. ഇപ്പോൾ വരുന്ന യങ് ജനറേഷന്, അപ്കമിങ് ജനറേഷന് ഇത്രയും നാളത്തെ ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് ബിസിനസ്സുകാരെ ശരിയായ വഴിയിൽ അവരെ സക്സസ് ആക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ താങ്കളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഏറ്റവും വലിയ അഡ്വൈസ് എന്തായിരിക്കും ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആവാൻ? ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആവാൻ എൻ്റെ മനസ്സിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വിൻ വിൻ എന്ന് പറയും. നമ്മളൊരു എല്ലാ എന്റർപ്രണേഴ്സിനും നമുക്കൊരു ഡീൽ ഉണ്ടാക്കേണ്ടി വരും. ഈ പഴയ തിയറി ഓഫ് ബിസിനസ് ഇസ് ദാറ്റ് ഞാൻ വിൻ ചെയ്യണം, മറ്റേ ആൾ ലൂസ് ചെയ്യണം. അപ്പോൾ അത് വൺ ടൈം ആക്ടിവിറ്റിയാണ്. ബിക്കോസ് അത് കഴിഞ്ഞാൽ ഈ ലൂസ് ചെയ്ത ആൾ തിരിച്ച് നമ്മളോട്ട് വരില്ല. ഏറ്റവും നല്ല ബിസിനസ്സുകാർ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വാറൻ ബുഫറ്റ്, ഞാൻ അയാളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. മറ്റേ ആളും വിന്നിയും ഇയാളും വിന്നിയും. അപ്പോൾ അതിൻ്റെ ഫോർമുല വർക്കൗട്ട് ചെയ്യണതാണ് ഏറ്റവും വലിയ വാല്യൂ. അപ്പം അതിനുള്ള ഇത് അതാണ് ഷെയർ ചെയ്യണം. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ലോകത്തിലെ വലിയ ബിസിനസ്സുകാരനാണ് വാറൻ ബുഫറ്റ് ആയിരിക്കും. വാറൻ ബുഫറ്റ് എന്തൊക്കെ ക്വാളിറ്റീസാണ് അദ്ദേഹത്തിന് താങ്കൾ അഡോപ്റ്റ് ചെയ്തത്? അദ്ദേഹത്തിന് വളരെ സിമ്പിൾ പ്രിൻസിപ്പിൾസാണ്. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അല്ല, വളരെ സിമ്പിൾ പ്രിൻസിപ്പിൾസാണ്. എത്രത്തോളം നമ്മളെ ബിസിനസ്സിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന വാല്യൂ നമുക്ക് സഹായിക്കാൻ സാധിക്കും? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഞാൻ ചെയ്യുന്ന ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഒരുപാട് കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു ലൈനിലാണ് എൻ്റെ ഇതുള്ളത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്സ് വളരെ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. അപ്പോൾ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്സ് ആയിട്ട് ഞാൻ ബിസിനസ് ചെയ്യാറില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു എൻ്റെ ഫാദർ എന്നോട് അഡ്വൈസ് ചെയ്തൊരു കാര്യമാണ്, കുറച്ച് നാൾ ഒരു കമ്പനിയിൽ നിന്ന് എക്സ്പീരിയൻസിനാണ്, അതെ, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതെ അതെ. എത്രത്തോളമാണ് മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ഒരാളാണ്, ഡോക്ടറാണ്. ആൻഡ് ഹാർഡ് വർക്കിങ്ങുമാണ്. അച്ഛൻ ഇന്ന് 70 വയസ്സിൻ്റെ മേലുണ്ട്, ഇന്നും 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറാണ്. ആൻഡ് അച്ഛൻ എന്നും ഒരു പേഷ്യൻറ്റിന് ഒരു സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് രാത്രി ഉറക്കമില്ല. അത്രയധികം പാഷനേറ്റാണ് അച്ഛൻ്റെ വർക്കിൽ. അപ്പോൾ അതെന്നും എനിക്കൊരു റോൾ മോഡലാണ്. സോ ഹാർഡ് വർക്കിംഗ് ആൻഡ് പാഷനേറ്റ്, അതാണ് രണ്ട് അച്ഛൻ. അമ്മയുടെ വളരെ വലിയ സ്ട്രെങ്ത് വാല്യൂ സിസ്റ്റംസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ പറഞ്ഞാൽ ഇപ്പം എൻ്റെ ബ്രദേഴ്സ്, അവരുടെ ഇൻലോസ്, ഡോട്ടർ ഇൻലോസ്, എല്ലാവരുടെയും വാല്യൂ സിസ്റ്റംസിൻ്റെ ഒറിജിൻ അത് നമ്മുടെ കയ്യിൽ നിന്നാണ്. കുടുംബത്തെക്കുറിച്ച് വൈഫിൻ്റെ പേര് ദീപ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ച് അത് കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ കൾച്ചർ, കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ദീപ എടുത്തിരിക്കുന്നത്. ആൻഡ് 2 മക്കളാണ്, നിഖിൽ ആൻഡ് സിത്താര പഠിക്കുന്നു.
എത്രത്തോളമാണ് താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് താങ്കൾക്ക്? വളരെയധികം കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട്. നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, സൊസൈറ്റിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അതെ, സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും നമ്മൾ ഏത് മേഖലകളിലായിരുന്നാലും അതെ, എത്രത്തോളം ആയിരിക്കണം ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്? എൻ്റെ ഒരു തോട്ട് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് പൈസ കൊടുക്കാം ഫോർ എ ഫൗണ്ടേഷൻ. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ പൈസ കൊടുക്കാം, അതൊരു എളുപ്പമുള്ള ഇതാണ്. പക്ഷെ ഒരു പ്രയത്നം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ, നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ചില കാര്യങ്ങൾ ചെയ്യാറുള്ള ഞാനിപ്പം നമ്മുടെ കമ്പനിയിൽ തന്നെ ഇവിടെയുള്ള ഈ സപ്പോർട്ട് ആൾക്കാരുണ്ട്. പറഞ്ഞാൽ ഇപ്പം ഡ്രൈവർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്യൂൺ ഉണ്ടാവും, സെക്യൂർ, അവരുടെയൊക്കെ കുട്ടികളെ എടുത്തിട്ട് അവരെ ഗ്രോ ചെയ്ത് അവരെ കമ്പനിയിൽ ജോലി കൊടുത്ത് അവരെ ഒരു ലൈനിൽ ഇത് ചെയ്യുക. അത് എനിക്കൊരു ഹരമാണ്. യാത്രകൾ മനുഷ്യന് ഒരുപാട് നോളജ് നൽകുന്നു. അതെ, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എത്രത്തോളമാണ് നമുക്ക് യാത്രകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? യാത്ര നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്താ പറഞ്ഞാൽ, യാത്രയിലാണ് നമ്മൾ പഠിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ കാരണം എനിക്ക് ഇന്ത്യയുടെ പുറത്ത് ഒരുപാട് പോകാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ട്രാവൽ എപ്പോഴും നമ്മുടെ സ്വന്തം സെൽഫിൻ്റെ മേലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഭാഗ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ടൈപ്പ് ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്രാവൽ ചെയ്യാൻ നമുക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജീവിതം ഒരു വലിയൊരു യാത്രയാണ് ശരിക്കും. അതിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. ആ ജേണി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും 100% ആവണമെന്നില്ല സക്സസ്. പക്ഷെ ഇതിനൊക്കെ ആൾക്കാർ ചിലപ്പോൾ ലക്ക് എന്നൊക്കെ കാണാറുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന് ലക്കിൽ വിശ്വാസമുണ്ടോ? ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്നത്, നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ 100% ഇൻവോൾവ് ആവുക. നമ്മൾ കംപ്ലീറ്റ്ലി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മൾ പണിയെടുക്കുക. ലക്ക് വിൽ ഓട്ടോമാറ്റിക്കലി ഫോളോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിപ്പോ ഒരു ജോലിസിന്റെ അടുത്ത് പോകും, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. നമ്മൾ ഹാർഡ് വർക്കാണ് നമ്മൾ അതിനെ നേരത്തെ പറഞ്ഞ പോലെ പാഷനായിട്ട് കാണുക. ശരിക്കും ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കുന്നത്തുമേടിലെ ഒരുപാട് കുട്ടിക്കാലമൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ എത്തി നിൽക്കുമ്പോൾ സക്സസ്ഫുൾ ബിസിനസ്മാൻ, നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്ന് മാത്രമല്ല ഒട്ടനവധി പേർക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? എന്തോ ഒരു സാധനം ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ആൻഡ് അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ്? എല്ലാ ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലി സപ്പോർട്ടാണ് വലിയൊരു പ്രധാനം. വളരെ കൂൾ ആൻഡ് പ്ലസന്റ് ആണ് യുവർ ഫേസ്. വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദാറ്റ്? അത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെയാണ്. ഇനിയുള്ള സ്വപ്നം എന്താണ്? ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ്. കുറച്ചുകൂടെ ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ്. വൈഫിൻ്റെ കൂടെ ഇപ്പോൾ കുട്ടികൾ കുറച്ച് വലുതായി, അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് പഠിപ്പും ഇതെല്ലാം ആകുമ്പോൾ കുറച്ചുകൂടെ ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു അതാണ് ഒരു സ്വപ്നം. പിന്നെ പാലക്കാട് കുറെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം എന്നൊരു അതാണ് പേഴ്സണൽ ലൈഫ്. ഒഫീഷ്യൽ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 3ാമത്തെ ഫേസ് ഞാൻ പഠിച്ചത്, ഞാൻ വാട്ടെവർ 20 കൊല്ലമായി പഠിച്ചത്, അതിനെ കംപ്രസ് ചെയ്തിട്ട് ഒരു ഇതായിട്ട് വേറൊരു ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഒരു വിഷനും അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യണത്. ഈ ഒരു യാത്ര സഫലമാണ് ഒരുവിധമാണ് പരിധി വരെ. ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യുവാനും ഒരുപാട് നന്മകൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞോടെ നമ്മുടെ അറിവുകളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിന് താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി ഒരുപാട് നന്ദി. താങ്ക് യു.